Good morning students. Digital Electronics ന്റെ സെക്കൻഡ് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ കവർ ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് types of number system, conversion of one number system to another and vice versa, binary arithmetic, subtraction of binary numbers using ones and twos complement method and a question answer section. സാധാരണയായി നമുക്ക് 4 നമ്പർ സിസ്റ്റംസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് ഡെസിമൽ നമ്പർ സിസ്റ്റം, ബൈനറി നമ്പർ സിസ്റ്റം, ഓക്ടൽ നമ്പർ സിസ്റ്റം ആൻഡ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഇനി ഓരോ നമ്പർ സിസ്റ്റവും എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഡെസിമൽ നമ്പർ സിസ്റ്റം, ഇതാണ് നമ്മൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള നമ്പർ സിസ്റ്റമാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ചെറിയ കുട്ടികളായി ആദ്യം എഴുത്ത് പഠിക്കുന്ന സമയത്ത് തന്നെ എഴുതാൻ ആരംഭിച്ച നമ്പർ സിസ്റ്റമാണ് നമ്മളുടെ ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ആകെ 10 സിംബൽസ് ആണ് ഉള്ളതെന്ന് നമുക്കറിയാം. ആ 10 സിംബൽസ് എന്ന് പറയുന്നത് 0, 1, 2, 3, 4, 5, 6, 7, 8 ആൻഡ് 9. അങ്ങനെ 10 സിംബൽസ് ആണ് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ഉള്ളത്. അതിന് എക്സാമ്പിൾ, അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിരിക്കുന്നു. 15 to the base 10, 23 to the base 10, 109 to the base 10. എന്തിനാണ് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 4 നമ്പർ സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു. ഏത് നമ്പർ സിസ്റ്റത്തിലെ നമ്പറാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അതിന് കൂടെ അതിൻ്റെ ബേസ് വാല്യൂ റെപ്രസെൻറ്റ് ചെയ്തത്. ഈ 10 എന്ന് പറയുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് വാല്യൂ അല്ലെങ്കിൽ റാഡിക്സ് ആണ്. അപ്പോൾ 15 to the base 10 എന്ന് പറഞ്ഞാൽ ഇത് ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ ഒരു നമ്പറാണ് എന്ന് പറയാം. അടുത്തത് ബൈനറി നമ്പർ സിസ്റ്റം. ഇതാണ് നമ്മളുടെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പറിംഗ് ടെക്നിക്ക്. അല്ലെങ്കിൽ ഈ ബൈനറി നമ്പർ സിസ്റ്റത്തിനെ ബേസ് ചെയ്താണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ ഡിജിറ്റൽ സർക്യൂട്ട്സ് എല്ലാം ഫങ്ഷൻ ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ മോഡേൺ കമ്പ്യൂട്ടേഴ്സ് അതുപോലെ ഡിജിറ്റൽ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് എല്ലാം തന്നെ ബൈനറി ഡാറ്റയിൽ ഫങ്ഷൻ ചെയ്യുന്ന സർക്യൂട്ട്സ് ആണെന്ന് നമ്മൾ പറയുന്നു. അതിൽ പ്രോസസ്സ് ചെയ്യുന്ന ഡാറ്റയെല്ലാം, അത് സേവ് ചെയ്യുന്ന ഡാറ്റകളും എല്ലാം തന്നെ നമ്മളുടെ ബൈനറി വാല്യൂസിലാണ് വരുന്നത്. ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. അതായത് 0ഉം 1ഉം ആണ് അതിനകത്ത് യൂസ് ചെയ്യുന്ന 2 സിംബൽസ്. അതിന് എക്സാമ്പിൾ ഞാൻ പറയുകയാണ്. 11 to the base 2, 101 to the base 2, 1101 to the base 2. നിങ്ങൾ ഡിജിറ്റലിൻ്റെ ഫസ്റ്റ് സെക്ഷനിൽ ഇത്രയും ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ബാക്കിയുള്ളത് നമുക്ക് എടുത്തു പോകാം. അടുത്തത് ഓക്ടൽ നമ്പർ സിസ്റ്റം. ഓക്ടൽ നമ്പർ സിസ്റ്റവും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസും നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഒരു നമ്പറിംഗ് സിസ്റ്റമാണ്. ഓക്ടൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് വാല്യൂ എന്ന് പറയുന്നത് 8 ആണ്. അതിൽ യൂസ് ചെയ്യുന്ന സിംബൽസ് എന്ന് പറയുന്നത് 0, 1, 2, 3, 4, 5, 6 ആൻഡ് 7. അങ്ങനെ 8 സിംബൽസ് ആണ് നമ്മൾ ഓക്ടൽ നമ്പർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ സിലബസ് പ്രകാരം നിങ്ങൾക്ക് ഡെസിമൽ, ബൈനറി, ഹെക്സാഡെസിമൽ അങ്ങനെ 3 നമ്പർ സിസ്റ്റമാണ് പഠിക്കാനുള്ളത്. അതിൻ്റെ കൺവേർഷനുമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്നില്ല. നമ്മൾ ബാക്കിയുള്ള നമ്പർ സിസ്റ്റം നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇതിനകത്തെ നമ്പേഴ്സിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് 11 to the base 8, 156 to the base 8, 707 to the base 8 എന്ന രീതിയിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക നമ്പേഴ്സിനെ. ഇനി അടുത്തത് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ മൈക്രോ പ്രോസസ്സറിൽ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന ഒരു നമ്പറിംഗ് ടെക്നിക്കാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ബേസ് വാല്യൂ എന്ന് പറയുന്നത് 16 ആണ്. അതായത് അതിനകത്ത് 16 സിംബൽസ് ആണ് നമ്മൾ ഉപയോഗിക്കുക നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട്. ആ 16 സിംബൽസ് എന്ന് പറയുന്നത് 0, 1, 2 അപ് ടു 9. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ 10 സിംബൽസ്, അതിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് A, B, C, D, E, F എന്ന് പറയുന്ന 6 ആൽഫബറ്റ്സും കൂടി നമ്മൾ അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ A എന്ന് പറയുന്നത് ഡെസിമലിലെ 10ന് ഇക്വലൻ്റ് ആണ്. 10ന് ഇക്വലൻ്റ് ആയിട്ടുള്ള
ഹെക്സാഡെസിമൽ സിമ്പലാണ് എ എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്നത് 11 ഇക്വലൻ്റ് ആണ്, 12 ഇക്വലൻ്റ് ആണ്. സി എന്ന് പറയുന്ന ഹെക്സാഡെസിമൽ സിമ്പൽ 13 ഇക്വലൻ്റ് ആണ്. ഡി 14 ഇക്വലൻ്റ് ആണ്. ഇ 15 ഇക്വലൻ്റ് ആണ്. എഫ്. അങ്ങനെ നമ്മൾ 0 മുതൽ എഫ് വരെയുള്ള 16 സിമ്പിൾസാണ് ഹെക്സാഡെസിമൽ നമ്പേഴ്സ് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. റെപ്രസെൻറ്റേഷൻ ഫോം കാണിച്ചിരിക്കുന്നു. 18 to the base 16, 801 to the base 16, FF to the base 16. ഇപ്പം നമ്മളുടെ മൈക്രോ പ്രോസസ്സറിലൊക്കെ ഡാറ്റ ഹാൻഡിൽ ചെയ്യുമ്പം ഡാറ്റാസ് നമ്മൾ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുക, അതിൽ നിന്ന് റിട്രീവ് ചെയ്യുക, ട്രാൻസാക്ഷൻ എല്ലാം നമ്മൾ ഹെക്സ് ഫോർമാറ്റിലാണ് നമ്മൾ ചെയ്ത് വരുന്നത്. അപ്പോൾ അതാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇത്രയും നമ്മൾ നമ്പർ സിസ്റ്റത്തിനെ കുറിച്ച് പഠിച്ചു. ഇനി നമുക്ക് 4 നമ്പർ സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ 4 നമ്പർ സിസ്റ്റത്തിന് യൂസ് ചെയ്യുന്ന സിമ്പിളും അതിൻ്റെ നമ്പറിങ് ടെക്നിക്കും നമ്മൾ പഠിച്ചു. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു നമ്പർ സിസ്റ്റത്തിൽ നിന്ന് അടുത്ത നമ്പർ സിസ്റ്റത്തിലേക്ക് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഫസ്റ്റ് കൺവേർഷൻ ഓഫ് ഡെസിമൽ നമ്പർ ടു ബൈനറി. നമുക്ക് ഡെസിമൽ നമ്പറിനെ ബൈനറി ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ ഡെസിമൽ നമ്പറിനെ ബൈനറി ഫോമിലേക്ക് ആക്കുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത്, ഡെസിമൽ നമ്പറിനെ ഏത് നമ്പർ സിസ്റ്റത്തിലേക്കാണോ കൺവേർട്ട് ചെയ്യുന്നത്, ഇതൊരു സ്റ്റാൻഡേർഡ് സ്റ്റെപ്പാണ്. അപ്പോൾ ഡെസിമൽ നമ്പറിനെ ഏത് നമ്പർ സിസ്റ്റത്തിലേക്കാണോ നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് ആ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് വാല്യൂ കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് വരുന്ന റിമൈൻഡേഴ്സ് നമ്മൾ കീപ്പ് ചെയ്യുക. എന്നിട്ട് ആ റിമൈൻഡേഴ്സ് നമ്മൾ താഴേന്ന് മുകളിലേക്ക് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കറസ്പോണ്ടിങ് കൺവേർഷൻ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ചെയ്യേണ്ടത്, ബൈനറിയിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ബൈനറിയുടെ ബേസ് വാല്യൂ എന്താണ്, 2 എന്ന് പറയുന്നതാണ് ബൈനറിയുടെ ബേസ് വാല്യൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഡെസിമൽ നമ്പറിനെ കണ്ടിന്യൂലി ഡിവൈഡഡ് ബൈ 2 കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു റിസൾട്ട് പോർഷനും കിട്ടും, അതേപോലെ തന്നെ ഒരു റിമൈൻഡറും കിട്ടും. ബൈനറി ആയതുകൊണ്ട് കിട്ടുന്ന റിമൈൻഡേഴ്സ് എന്ന് പറയുന്നത് ഏതർ 1 or 0 ആയിരിക്കും. ആ 1s and 0s നമ്മൾ സൈഡിൽ ഇങ്ങനെ നോട്ട് ചെയ്തിട്ട് റിസൾട്ട് 0 ആകുന്നത് വരെ നമ്മൾ ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരുന്നു. റിസൾട്ട് 0 ആയപ്പോൾ കിട്ടിയ റിമൈൻഡേഴ്സിനെല്ലാം താഴെ നിന്ന് മുകളിലേക്ക് റിവേഴ്സ് ഓർഡറിൽ നമ്മൾ റീഡ് ചെയ്തു. അതാണ് നമ്മളുടെ ബൈനറി കൺവേർഷൻ എന്ന് പറയുന്നത്. നമുക്കതൊരു എക്സാമ്പിളിലൂടെ നോക്കാം. 25 ഇത് എൻ്റെ ഒരു ഡെസിമൽ നമ്പറാണ്. 25 ഞാൻ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്തു, 2 കൊണ്ട് കണ്ടിന്യൂസ് ഡിവൈഡ് ചെയ്തു. 25 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 12 times 12 2s are 24, ഒരു 1 ബാലൻസ് വരും. ആ റിമൈൻഡറിന് ഞാൻ ഫസ്റ്റ് റിമൈൻഡറായിട്ട് കീപ്പ് ചെയ്തു, ഇവിടേക്ക് മാറ്റി ഞാൻ എഴുതി. ഇനി അടുത്ത് വീണ്ടും ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 6 times പോകും, റിമൈൻഡർ 0 ആണ്, അത് സെക്കൻഡ് റിമൈൻഡർ ആണ്. ഞാൻ വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 3 times പോകും, റിമൈൻഡർ 0 ആണ്. വീണ്ടും 3ൽ 2 1 ടൈം പോകും, റിമൈൻഡർ ഒരു 1 വരും, അത് ഫോർത്ത് റിമൈൻഡർ ആയിട്ട് കീപ്പ് ചെയ്തു. വീണ്ടും ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 0 times പോകുള്ളൂ, അതിൻ്റെ റിമൈൻഡർ 1 ആണ്. അതാണ് ലാസ്റ്റ് 0 വരുന്നത് വരെ ഞാൻ ഡിവൈഡ് ചെയ്തു. ഈ കിട്ടിയ റിമൈൻഡേഴ്സിനെ താഴെ നിന്ന് മുകളിലേക്ക് റീഡ് ചെയ്തു. താഴെ നിന്ന് മുകളിലേക്ക് റീഡ് ചെയ്യുന്ന 1 1 0 0 1 എന്ന് ഞാൻ റീഡ് ചെയ്തു. ഇതാണ് നമ്മളുടെ ബൈനറി ഈക്വലൻ്റ്. 25 to the base 10നെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 1 1 0 0 1 എന്ന് പറയുന്ന ഒരു നമ്പറാണ്. ഇനി നമുക്ക് ഡെസിമലിൻ്റെ ഫ്രാക്ഷണൽ പാർട്ടിനെ കൺവേർട്ട് ചെയ്യാം. എപ്പോഴും നമുക്ക് നമ്പർ എന്ന് പറയുന്നത് ഇൻറ്റിജർ പാർട്ട് മാത്രമായിട്ടായിരിക്കില്ല വരിക, ഫ്രാക്ഷണൽ പാർട്ടും അതിനോടൊപ്പം വരും. അപ്പം അങ്ങനെ ഒരു ഫ്രാക്ഷണൽ ഡെസിമൽ നമ്പർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതിനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യും എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഫ്രാക്ഷണൽ പാർട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡെസിമൽ പ്ലേസിന് ശേഷമുള്ള ഫ്രാക്ഷണൽ പാർട്ടിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈഡ് ബൈ 2, കണ്ടിന്യൂസ്ലി മൾട്ടിപ്ലൈഡ് ബൈ 2. എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമ്മളുടെ ഇൻ്റഗ്രൽ പൊസിഷനിലേക്ക് ആഡ് ചെയ്യപ്പെടുന്ന നമ്മുടെ 1s and 0s റെക്കോർഡ് ചെയ്യാം. റെക്കോർഡ് ദ ക്യാരി ഇൻ ദ ഇൻ്റഗ്രൽ പൊസിഷൻ. എന്നിട്ട് നമ്മൾ ആ ക്യാരീസിനെ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് റീഡ് ചെയ്യുന്നു. മറ്റേതിൽ എന്തായിരുന്നു, നമ്മളുടെ ഇൻറ്റിജർ പാർട്ടിൽ വന്ന നമ്പറിനെ ചെയ്തപ്പോൾ നമ്മൾ ഡിവൈഡഡ് ബൈ 2 ആണ് ചെയ്തത്.
0 വരുന്നത് വരെ. എന്നിട്ട് ആ റിമൈൻഡേഴ്സിനെ താഴെ നിന്ന് മുകളിലേക്കാണ് റീഡ് ചെയ്തതെങ്കിൽ ഇവിടെ ക്യാരി ഫോർവേഡ് ചെയ്ത് ഇൻറ്റിഗ്രൽ പാർട്ടിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് സീറോസ് ആൻഡ് വൺസിനെ കളക്ട് ചെയ്തു. എന്നിട്ട് മുകളിൽ നിന്ന് താഴേക്ക് റീഡ് ചെയ്തു. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ നോക്കണം. 0.75 to the base 10 അതിനെ ഞാൻ കൺവേർട്ട് ചെയ്യുന്നു. കൺവേർട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ 0.75 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, എനിക്കിനി വരുന്നത് ഇതിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്ന വൺസ് ആൻഡ് സീറോസിനെയാണ് എടുക്കേണ്ടത്. ഞാൻ എന്ത് ചെയ്തു, ഈ നമ്പറിൻ്റെ താഴെ വെച്ചൊന്ന് സെപ്പറേറ്റ് ചെയ്തു. എന്തുകൊണ്ടാണ്, ഇതിന് ശേഷം വരുന്ന വൺസ് ആൻഡ് സീറോസ് മതി എനിക്ക്. അതല്ലാതെ ഇവിടെ ഈ സീറോ ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്തത്, അത് തെറ്റാണ്. സാധാരണ സ്റ്റുഡൻസ് വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണിത്. ഇത് ചെയ്യുമ്പോഴവർ ഈ സീറോയും കൂടി ചേർത്ത് അതിൻ്റെ കൂടെ റീഡ് ചെയ്യും. അപ്പോൾ ആൻസർ തെറ്റായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു ലൈൻ, ഒരു ഡോട്ടഡ് ലൈനായിട്ട് സെപ്പറേറ്റ് ചെയ്തു. എന്നിട്ട് 0.75 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 0.75 × 2 എന്ന് പറയുന്നത് 1.5 ആണ്. 1.5 എന്ന് പറഞ്ഞാൽ 1 എന്ന് പറയുന്ന ഇൻറ്റിജർ പാർട്ടിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്തു. ഈ 1നെ ഞാൻ നോട്ട് ചെയ്തു. എന്നിട്ട് ബാക്കിയുള്ള 0.5 വീണ്ടും ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യരുത്, 0.5 ഡെസിമൽ പ്ലേസിന് ശേഷമുള്ള നമ്പറിനെ മാത്രമേ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാവുള്ളൂ. അപ്പം 0.5 × 2 എന്ന് പറയുന്നത് 1.0 കിട്ടി. അങ്ങനെ 0 വരുന്നത് വരെ മൾട്ടിപ്ലൈ ചെയ്യണം എന്നാണ് പറഞ്ഞത്. ഇവിടെ എനിക്ക് ഡെസിമൽ പ്ലേസിന് ശേഷം റൈറ്റിലേക്ക് 0 കിട്ടി. ഇവിടെ വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് ഇവിടേക്ക് ഇൻറ്റിജർ പാർട്ടിലേക്ക് വന്ന വൺസ് ആൻഡ് സീറോസിനെ മുകളിൽ നിന്ന് താഴേക്ക് റീഡ് ചെയ്തു. അപ്പോൾ 11 to the base 2 എന്ന് വന്നു. 0.11 to the base 2 അതാണ് 0.75 to the base 10ൻ്റെ ബൈനറി കൺവേർഷൻ. വേറൊരു എക്സാമ്പിളും കൂടി നോക്കാം. 0.6875 എനിക്ക് ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഇത് വേറൊരു റെപ്രസെൻറ്റേഷനാണ് കാണിച്ചിരിക്കുന്നത്. ചെയ്യുന്ന ഫങ്ഷൻസ് എല്ലാം സെയിം തന്നെയാണ്, പക്ഷേ വേറെ രീതിയിൽ ഞാൻ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നു. 0.6875 ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതിനെ ഫ്രാക്ഷണൽ പാർട്ടാണ്, അതുകൊണ്ട് ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കണ്ടിന്യൂസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് 0 വരുന്നത് വരെ. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്ക് 1.375 കിട്ടി. അപ്പോൾ ഇൻറ്റിജർ പാർട്ടിലേക്കൊരു 1 ക്യാരി ഫോർവേഡ് ചെയ്തു. ആ 1നെ ഞാൻ മാറ്റി ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തു. എന്നിട്ട് 0.375 വീണ്ടും ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 0.375 ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 0.75 എന്ന് കിട്ടി. ഈ സൈഡിലേക്ക് 1 ഒന്നും ക്യാരി ഫോർവേഡ് ചെയ്തില്ല, അപ്പോൾ 0 ആണ്. ആ 0 ഞാൻ ഇവിടേക്ക് മാറ്റി നോട്ട് ചെയ്തു. വീണ്ടും ഞാൻ 0.75 മൾട്ടിപ്ലൈ ചെയ്തു 2 കൊണ്ട്. അപ്പോൾ എനിക്ക് 1.5 എന്ന് കിട്ടി. ഇവിടേക്കൊരു 1 ക്യാരി ഫോർവേഡ് ചെയ്തു. ഈ 1നെ ഞാൻ മാറ്റി ഇവിടേക്ക് റെപ്രസെൻറ്റ് ചെയ്തു. വീണ്ടും ഞാൻ 0.5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 0.5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് 1.0 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ഈ പോർഷൻ നമുക്ക് 0 ആയി. ഡെസിമൽ പ്ലേസിന് റൈറ്റിലേക്കുള്ള പോർഷൻ എനിക്ക് 0 ആയി. അപ്പോൾ ഞാൻ അവിടെ വെച്ച് മൾട്ടിപ്ലിക്കേഷൻ സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് ഇവിടെ വന്ന വൺസ് ആൻഡ് സീറോസിനെ മുകളിൽ നിന്ന് താഴേക്ക് റീഡ് ചെയ്തു. അപ്പോൾ 1011 എന്ന് കിട്ടി. അപ്പോൾ 0.6875 to the base 10 എന്ന് പറയുന്നത് കൺവേർട്ട് ചെയ്തപ്പോൾ 0.1011 to the base 2 എന്നാണ് കിട്ടിയത്. അപ്പോൾ ചില സമയം നമ്മളിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പം ഇത് റിപ്പീറ്റഡ് ആയിട്ട് പോകും. അപ്പോൾ 0 ആകാതെ റിപ്പീറ്റഡ് ആയിട്ട് പോകും. അങ്ങനെയാണെങ്കിൽ നമ്മൾ പോയിന്റിന് ശേഷം ഒരു 3ഓ 4ഓ പൊസിഷനിൽ വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്യുക. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണോ മെൻഷൻ ചെയ്തിരിക്കുന്നത് അത്രയും പ്ലേസ് വെച്ച് നമ്മൾ ലിമിറ്റ് ചെയ്തിട്ട് ആ ഫംഗ്ഷൻ സ്റ്റോപ്പ് ചെയ്യാം. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ഈ എക്സാമ്പിളിൽ എന്താണ് പ്രത്യേകത? 15.125 ഇതിലെനിക്ക് ഇൻറ്റിജർ പാർട്ടുമുണ്ട് ഫ്രാക്ഷണൽ പാർട്ടുമുണ്ട്, രണ്ടും കൂടി ചേർന്ന നമ്പറാണ്. അപ്പോൾ 15.125 to the base 10 അതിനെ എനിക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്തു? ഇതിനെ ഞാൻ 2 ആയിട്ട് തിരിച്ചു. പോയിന്റിന് ലെഫ്റ്റിലേക്കുള്ള നമ്പേഴ്സ് ഇൻറ്റിജർ പാർട്ടെന്നും പോയിന്റിന് റൈറ്റിലേക്കുള്ള ഫ്രാക്ഷണൽ പാർട്ടെന്നും 2 ആയിട്ട് തിരിച്ചു. എന്നിട്ട് 15നെ ഞാൻ എന്ത് ചെയ്തു? കണ്ടിന്യൂസ്ലി ഡിവൈഡഡ് ബൈ 2 ചെയ്തു. 15 divided by 2 എന്നിട്ട് ഡിവൈഡ് ചെയ്ത് കിട്ടിയ റിമൈൻഡേഴ്സിനെ ഞാനിവിടെ കീപ്പ് ചെയ്തു. 0 വരുന്നത് വരെ ഡിവൈഡ് ചെയ്തു. അപ്പോൾ 15 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 7 ടൈംസ് ഒരു റിമൈൻഡർ 1 കിട്ടി. പിന്നെ 3 ടൈംസ് 1 കിട്ടി. 1 ടൈം റിമൈൻഡർ 1 കിട്ടി. 0 ടൈംസ് റിമൈൻഡർ 1 കിട്ടി. 4 റിമൈൻഡേഴ്സ് കിട്ടി. എന്നിട്ട് ഞാൻ താഴെ നിന്ന് മുകളിലേക്ക് റീഡ് ചെയ്തു. 1111 റീഡ് ചെയ്തു. ഇതൊരു പോയിന്റ് ഇട്ടു. ഇവിടെ വെച്ച് എന്താ കൺവേർഷൻ കംപ്ലീറ്റ് ആയില്ല. എനിക്കിനിയും ഫ്രാക്ഷണൽ പാർട്ടും കൂടി കൺവേർട്ട് ചെയ്യണം. ഫ്രാക്ഷണൽ പാർട്ടിനെ കൺവേർട്ട് ചെയ്യാൻ ഞാൻ 0.125 എന്ന് എടുത്തു.
അതിനെ ഞാൻ എന്ത് ചെയ്യണം, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻറ്റു 0.125നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 125നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് എങ്ങനെയാണ്, 0.250. അപ്പോൾ ഇപ്പോഴത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്തത് 0 ആണ്. അത് ഞാൻ നോട്ട് ചെയ്തു. 0.25 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 0.25 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.5 എന്ന് കിട്ടി. വീണ്ടും ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 1.0 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ 0 പോർഷൻ വന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് കിട്ടിയ ക്യാരി ഫോർവേഡ് ചെയ്ത് 0s and 1sനെ മുകളിൽ നിന്ന് താഴേക്ക് ഞാൻ റീഡ് ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടും 001. ഇതും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് എഴുതി. അപ്പോൾ എൻ്റെ ആൻസർ എന്താണ്, 1111.001 ടു ദ ബേസ് 2 എന്നാണ് കിട്ടുക. ഇനി അടുത്തത് ബൈനറിയെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഡെസിമലിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് പഠിച്ചത്. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ചും കൺവേർട്ട് ചെയ്യാൻ പറ്റണം. അപ്പം ഞാൻ ബൈനറി വാല്യൂവിന് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഡെസിമലിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യും എന്ന് നോക്കും. സാധാരണ ഒരു എക്സാമ്പിളായിട്ട് ഞാൻ ഒരു ഡെസിമൽ നമ്പർ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം നമുക്ക്. ഒരു ഡെസിമൽ നമ്പർ നമ്മൾ സാധാരണ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് 625 എന്ന് പറയുന്ന ഒരു നമ്പർ എടുത്തു. അപ്പോൾ 625 എന്ന് പറയുന്നതിന് നമ്മൾ പറയുന്ന രീതിയിൽ തന്നെയുണ്ട് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. എന്താണ്, 600. 6 into 100 plus 20, 2 into 10, 20 plus 5 into 1, 5. അപ്പം ഇതിന് ഓരോ പോയിന്റിനും ഓരോ ഡിജിറ്റിനും അതിൻ്റേതായ ഒരു പൊസിഷണൽ വെയിറ്റേജ് ഉണ്ട്. 625 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5ന് യൂണിറ്റ് പ്ലേസ്, 2ന് ടെൻസിൻ്റെ പ്ലേസ്, 6ന് 100ൻ്റെ പ്ലേസ്. ആ പൊസിഷണൽ വെയിറ്റേജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ നമ്പർ ഇങ്ങനെ ആഡ് ചെയ്ത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 6 into 100 plus 2 into 10 plus 5 into 1 എന്ന് പറയുന്നതാണ് 625 എന്ന് പറയുന്ന നമ്മളുടെ ഡെസിമൽ നമ്പർ. അതേപോലെ നമുക്ക് ബൈനറിയിലും പൊസിഷണൽ വെയിറ്റേജ് ഓരോ ബിറ്റിനും ഉണ്ട്. ഓരോ ബിറ്റിനും പൊസിഷണൽ വെയിറ്റേജ് ഉണ്ട്. ആ പൊസിഷണൽ വെയിറ്റേജ് നമ്മൾ കൊടുത്തിട്ട് കറസ്പോണ്ടിങ് ബിറ്റ് വാല്യൂ 1 ആണോ 0 ആണോ എന്ന് നോക്കും. കറസ്പോണ്ടിങ് ബിറ്റ് വാല്യൂ 1 ആണെങ്കിൽ ആ പൊസിഷൻ്റെ വാല്യൂ നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യും. അങ്ങനെ പൊസിഷണൽ ബിറ്റ് വാല്യൂ 0 ആണെങ്കിൽ അതിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എൻ്റെ നമ്പർ, ബൈനറി നമ്പർ എന്ന് പറയുന്നത് 110 എന്നുള്ളതാണ്. അപ്പോൾ 110 ടു ദ ബേസ് 2നെ എനിക്ക് ഡെസിമലായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 110 എന്ന് ഞാനിങ്ങനെ എഴുതി. എന്നിട്ട് അതിൻ്റെ പൊസിഷണൽ വെയിറ്റേജ് ഞാൻ കൊടുക്കുകയാണ്. പൊസിഷണൽ വെയിറ്റേജ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് ബിറ്റിന് പൊസിഷണൽ വെയിറ്റേജ് 2⁻⁴. ബൈനറി നമ്പറാണ്. ബൈനറിൻ്റെ ബേസ് വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. അപ്പം ഞാൻ അതിൻ്റെ പൊസിഷണൽ വെയിറ്റേജ് എന്ന് പറയുന്നത് 2⁻⁴. ലീസ്റ്റ് ബിറ്റിന് 2⁻⁴ എന്ന് കൊടുത്തു. എന്നിട്ട് ലെഫ്റ്റിലേക്ക് അത് ഇൻക്രിമെൻ്റ് ചെയ്ത് പോകും. അപ്പോൾ അതിൻ്റെ തൊട്ട് നെക്സ്റ്റ് ഹയർ ബിറ്റിന് ഞാൻ 2⁻1 പൊസിഷണൽ വെയിറ്റേജ് കൊടുത്തു. അതിന് അടുത്തതിന് 2⁻2 എന്ന് പൊസിഷണൽ വെയിറ്റേജ് കൊടുത്തു. എന്നിട്ട് പൊസിഷണൽ വെയിറ്റേജ് കൊടുത്തിട്ട് ഞാൻ കറസ്പോണ്ടിങ് ബിറ്റിൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കും. 1 ആണെങ്കിൽ ഈ പൊസിഷണൽ വെയിറ്റേജ് ഞാൻ ഇതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് അടുത്തതിൻ്റെ കൂടെ ആഡ് ചെയ്യും. ഇവിടെയും 2⁻1നും ബിറ്റ് പൊസിഷനിൽ 1 ആണ് കിടക്കുന്നത്. അപ്പോൾ ഇത് വാല്യൂബിളായിട്ട് നമ്മൾ എടുക്കും. 2⁻0യ്ക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ ബിറ്റ് പൊസിഷനിൽ 0 ആണ് കിടക്കുന്നത്. അപ്പോൾ ഇതിനെ ഞാൻ സ്ട്രൈക്ക് ത്രൂ ചെയ്ത് കളയും. അപ്പം ബാക്കിയുള്ള 2 വാല്യൂസിനെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യും. അപ്പോൾ 2⁻2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 4 into 1 4 പ്ലസ് 2⁻1 എന്ന് പറയുന്നത് 2 into 1 2. അപ്പോൾ 4 plus 2 is equal to 6 എന്ന് പറയുന്നതാണ് 110ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ കൺവേർഷൻ എന്ന് പറയുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കുകയാണ്. 10101. ഇത് ഞാൻ ഇതേപോലെ തന്നെ നിരത്തി എഴുതി. എന്നിട്ട് ലീസ്റ്റ് ബിറ്റ് മുതൽ റൈറ്റ് എൻഡിലുള്ള ലീസ്റ്റ് ബിറ്റിന് മുതൽ പൊസിഷണൽ വെയിറ്റേജ് ലെഫ്റ്റിലേക്ക് കൊടുക്കാൻ തുടങ്ങി. ഇതിൻ്റെ പൊസിഷണൽ വെയിറ്റേജ് എന്താണ്, ലീസ്റ്റ് ബിറ്റിൻ്റെ 2⁻0, അടുത്തത് 2⁻1, 2⁻2, 2⁻3, 2⁻4 എന്ന് ഇൻക്രിമെൻ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ വെയിറ്റേജിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബിറ്റ് വാല്യൂ എന്താണെന്ന് നോക്കി. ഇവിടെ 2⁻4 1 ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ കൺസിഡർ ചെയ്യും.
അടുത്തത് 2^3യുടെ ബിറ്റ് വാല്യൂ 0 ആണ്. ഇതിനെ ഞാൻ എലിമിനേറ്റ് ചെയ്തു. അടുത്തത് 2^2 ആണ്. അതിൻ്റെ ബിറ്റ് വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പം ഞാൻ ഇതും കൺസിഡർ ചെയ്തു. ഈ 2^1 എന്ന് പറയുന്നത് ബിറ്റ് വാല്യൂ 0 ആണ്. അപ്പോൾ ഇതെനിക്ക് ആവശ്യമില്ല. ഈ 2^0ൻ്റെ ബിറ്റ് വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അത് ഞാൻ കൺസിഡർ ചെയ്തു. അപ്പോൾ ഈ ബിറ്റ് വാല്യൂ 1 ആയതുള്ള എല്ലാം ഞാൻ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്തു. അപ്പോൾ 2^4 × 1 2^4 പ്ലസ് 2^2 × 1 2^2 പ്ലസ് 2^0 × 1 2^0. അതായത് 2^4 എന്ന് പറഞ്ഞാൽ 16 പ്ലസ് 4 20 പ്ലസ് 1 21 is equal to 21. അങ്ങനെയാണ് നമ്മൾ ഇതിനെ ബൈനറിയെ തന്നു കഴിഞ്ഞാൽ ഡെസിമലായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അടുത്തത് നമുക്ക് ബൈനറിയിലെ ഫ്രാക്ഷണൽ നമ്പേഴ്സും വരാം. ഫ്രാക്ഷണൽ നമ്പേഴ്സ് വരുവാണെങ്കിൽ അതിലും നമ്മൾ ഇതുപോലെ തന്നെ പൊസിഷനിൽ വെയിറ്റേജ് കൊടുക്കുക. അപ്പോൾ ഫ്രാക്ഷണൽ നമ്പർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, എവിടെയാണ് വരുന്നത്? നമ്മളൊരു നമ്പർ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഡെസിമൽ പ്ലേസിന് ലെഫ്റ്റിലേക്കുള്ളതാണ് ഇൻക്രിമെൻറ്റ് ചെയ്യുന്ന പൊസിഷണൽ വെയിറ്റേജ് എങ്കിൽ ഡെസിമൽ പ്ലേസിന് റൈറ്റിലേക്കുള്ളത് ഡിക്രിമെൻറ്റ് ചെയ്ത് പോകുന്ന വാല്യൂസാണ്. അപ്പോൾ ഡിക്രിമെൻറ്റ് ചെയ്ത് ഇവിടെ നമ്മളുടെ ഡെസിമൽ പോയിന്റ് അല്ല പറയുന്നത്, ബൈനറി നമ്പറാണ്. ബൈനറി നമ്പർ നമുക്ക് ബൈനറി പോയിന്റ് എന്ന് പറയാം. അപ്പോൾ ബൈനറി പോയിന്റിന് റൈറ്റിലേക്കുള്ള പോർഷനിലെ പൊസിഷണൽ വെയിറ്റേജ് എന്ന് പറയുന്നത് 2^-2 2^-3 2^-4 എന്ന് ഡിക്രിമെൻറ്റ് ചെയ്ത് പോകും. 2^-1 2^-2 2^-3 2^-4 എന്ന് ഡിക്രിമെൻറ്റ് ചെയ്ത് പോകും. അപ്പം ഞാൻ അങ്ങനെ മാർക്ക് ചെയ്തിട്ട് അതിലും ഞാൻ ബിറ്റ് പൊസിഷൻ 0 ആണോ 1 ആണോ എന്ന് നോക്കും. 1 ഉള്ള വാല്യൂ മാത്രം ഞാൻ ആഡ് ചെയ്യും, മറ്റേതിനെ ഞാൻ എലിമിനേറ്റ് ചെയ്ത് കളയും. ഇതിനൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കുകയാണ്. 0.0101 ടു ദ ബേസ് 2 എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആ വാല്യൂ നിരത്തി എഴുതി, അതിന് ഞാൻ പൊസിഷണൽ വെയിറ്റേജ് കൊടുത്തു 2^-1. അപ്പോൾ ഇത് ബൈനറി പോയിന്റിന് തൊട്ടടുത്ത റൈറ്റിലുള്ള പോയിന്റിനാണ് 2^-1 കൊടുത്തത്. അടുത്തതിന് 2^-2 2^-3 2^-4 അങ്ങനെ 4 ബിറ്റ് പൊസിഷനായിരുന്നു അതിന് കൊടുത്തു. ഇനി കറസ്പോണ്ടിങ് ബിറ്റ് വാല്യൂ 0 ആണോ 1 ആണോ നോക്കി. ഇത് 0 ആണ്. ഇതിനെ ഞാൻ സ്ട്രൈക്ക് ത്രൂ ചെയ്ത് കളഞ്ഞു. അടുത്ത 2^-2ൽ ഒരു 1 ആണ് കിടക്കുന്നത്. ഇതിനെ ഞാൻ സെലക്ട് ചെയ്തു. 2^-3ലും 0 ആണ് കിടക്കുന്നത്. ഇതും എനിക്ക് ആവശ്യമില്ല. 2^-4 ഒരു 1 ആണ്. അപ്പോൾ ഇത് ഞാൻ ആഡ് ചെയ്യാനായിട്ട് എടുത്തു. അപ്പോൾ എനിക്ക് വാല്യുബിൾ ആയിട്ട് കിട്ടിയത് ഏതൊക്കെയാണ്? 2^-2 2^-4. 2^-2 എന്ന് പറഞ്ഞാൽ 1/4 ആണ്. 2^-4 എന്ന് പറഞ്ഞാൽ 1/16 ആണ്. അപ്പോൾ 0.25 പ്ലസ് 0.0625 ഇത് തമ്മിൽ ആഡ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 0.3125 എന്നാണ് കിട്ടിയത്. മനസ്സിലായല്ലോ? ഞാനിത് ഓരോ എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങളൊരു പെന്നും പേപ്പറും എടുത്ത് അതിനൊപ്പം തന്നെ ചെയ്ത് നോക്കണം. എന്നാലേ നിങ്ങൾക്കത് തറോ ആവുകയുള്ളൂ. അപ്പം ഞാനിവിടെ വേറൊരു എക്സാമ്പിൾ നോക്കുകയാണ്. 1100.101 ടു ദ ബേസ് 2. ഇതിൽ ഇൻറ്റിജർ പാർട്ടുണ്ട്, ഫ്രാക്ഷണൽ പാർട്ടുണ്ട്. ഇത് രണ്ടും കൂടി ചേർന്ന നമ്പറാണ്. അത് ഞാൻ എന്ത് ചെയ്തു, അതുപോലെ തന്നെ നേരത്തെ എഴുതിയതുപോലെ 1100.101 എഴുതി. എന്നിട്ട് ഞാൻ ബൈനറി പോയിന്റിന് ലെഫ്റ്റിലേക്കുള്ള പോർഷന് 2^0 2^1 2^2 2^3 എന്ന പൊസിഷണൽ വെയിറ്റേജ് കൊടുത്തു. ബൈനറി പോയിന്റിന് റൈറ്റിലേക്കുള്ളതിന് 2^-1 2^-2 2^-3 എന്ന് ഡിക്രിമെൻ്റൽ വാല്യൂസ് ആയിട്ട് ഞാൻ പ്ലേസ് ചെയ്തു. എന്നിട്ട് കറസ്പോണ്ടിങ് ബിറ്റ് പൊസിഷൻ 0 ആണോ എന്ന് നോക്കി. 0 ഉള്ള പോർഷൻ ഞാൻ സ്ട്രൈക്ക് ത്രൂ ചെയ്ത് കളഞ്ഞു. ഇത് ഞാൻ 2^0 എന്ന് പറയുന്നതിൻ്റെ ബിറ്റ് പൊസിഷനിൽ 0 ആണ് നടക്കുന്നത്. ഇത് ഞാൻ സ്ട്രൈക്ക് ത്രൂ ചെയ്തു. ബാക്കി വാല്യുബിൾ ആയിട്ടുള്ള പോയിന്റ്സ് ഏതൊക്കെയാണ്? 2^3ക്ക് ഒരു 1 ആണ് നടക്കുന്നത്. ഇതിനെ ഞാൻ സെലക്ട് ചെയ്തു. 2^2ൻ്റെ ബിറ്റ് പൊസിഷനിൽ ഒരു 1 ആണ് നടക്കുന്നത്. ഇത് ഞാൻ സെലക്ട് ചെയ്തു. ഇപ്പുറത്തെ സൈഡിലേക്കോ ബൈനറി പോയിന്റിന് റൈറ്റിലേക്കുള്ളതിൽ 2^-1ൻ്റെ ബിറ്റ് പൊസിഷൻ ഒരു 1 ആണ്. അപ്പോൾ ഇത് ഞാൻ സെലക്ട് ചെയ്തു. 2^-2ൽ 0 ആണ്. ഇതിനെ ഞാൻ സ്ട്രൈക്ക് ത്രൂ ചെയ്ത് കളഞ്ഞു. 2^-3ൽ ഒരു 1 ആണ് നടക്കുന്നത്. ഇതിനെ ഞാൻ സെലക്ട് ചെയ്തു. ഈ വാല്യൂസിനെല്ലാം ഞാൻ ആഡ് ചെയ്തു. ഇപ്പോൾ 2^3 എന്ന് പറയുന്നത് 8 ആണ്. 8 × 1 8 പ്ലസ് 2^2 എന്ന് പറയുന്നത് 4 ആണ്. 4 പ്ലസ് 2^-1 എന്ന് പറയുന്നത് 0.5 അതായത് 0.5 പ്ലസ് 2^-3 എന്ന് പറഞ്ഞാൽ 0.125.
ഇത് നമ്മൾ ആഡ് ചെയ്തപ്പോൾ നമുക്ക് എത്രയാണ് 12.625 ടു ദ ബേസ് 10. അപ്പോൾ നമ്മൾക്ക് 1100.101 ടു ദ ബേസ് 2 എന്ന് പറയുന്നത് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തപ്പം 12.625 ടു ദ ബേസ് 10 എന്നാണ് കിട്ടിയത്. ഇതെല്ലാം തന്നെ നിങ്ങളൊന്നും കൂടി ചെയ്തു നോക്കുക. കുറേ എക്സാമ്പിൾസ് നിങ്ങൾ അതിനൊപ്പം തന്നെ ചെയ്തു നോക്കുക. അപ്പോൾ നമുക്ക് അത് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നും. ഇനി ഡെസിമൽ ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ. അടുത്ത നമ്പറിംഗ് സിസ്റ്റത്തിലേക്ക് ഡെസിമലിൽ നിന്നുള്ള കൺവേർഷനാണ് നോക്കാൻ പോകുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു ഡെസിമൽ നമ്പറിനെ ഏത് നമ്പർ സിസ്റ്റത്തിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത് ആ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് വാല്യൂ കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം. കിട്ടുന്ന റിമൈൻഡേഴ്സിനെ കീപ്പ് ചെയ്ത് താഴെ നിന്ന് മുകളിലേക്ക് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് നമ്പർ സിസ്റ്റത്തിൻ്റെ കൺവേർഷൻ ആകുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തു ഡെസിമൽ നമ്പർ എഴുതും. ഡെസിമൽ നമ്പർ ഹെക്സാഡെസിമലിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അതിൻ്റെ ബേസ് വാല്യൂ എന്ന് പറയുന്നത് 16 ആണ്. അപ്പോൾ അതുകൊണ്ട് കണ്ടിന്യൂസ്ലി 16 കൊണ്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് റിസൾട്ട് സൈഡിൽ നമ്മൾ റിമൈൻഡർ കീപ്പ് ചെയ്തു. അങ്ങനെ ഫൈനൽ റിസൾട്ട് 0 ആകുന്നത് വരെ നമ്മൾ ആ ഫംഗ്ഷൻ പെർഫോം ചെയ്യും. എന്നിട്ട് കിട്ടിയ റിമൈൻഡേഴ്സിനെ റിവേഴ്സ് ഓർഡറിൽ നമ്മൾ റീഡ് ചെയ്യും. ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. 331 ടു ദ ബേസ് 10 അതിനെ നമ്മൾ ഹെക്സാഡെസിമലായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. 331 ഞാൻ എഴുതി. ഞാൻ 16 എന്ന് പറയുന്ന ബേസ് വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്തു. 33ൽ 16 എന്ന് പറയുന്ന 2 ടൈംസ് പോകും. ബാലൻസ് ഇവിടെ ഒരു 16 × 2 32 ആണ്. അപ്പോൾ ബാലൻസ് ഇവിടെ ഒരു 1 വരും. 1 ഇതിൻ്റെ കൂടെ ചേർത്ത് 11 എഴുതാം. അപ്പോൾ 11ൽ 16 പോവില്ല. അതുകൊണ്ട് ഞാനിവിടെ 0 എന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ കിട്ടിയ റിമൈൻഡർ 11 ആയിട്ട് ഇവിടെ നോട്ട് ചെയ്തു. ഇനി ഞാൻ 20ൽ 16 എത്ര പോകുന്നു നോക്കി. 1 ടൈംസ് ബാലൻസ് ഇവിടെ 4 വന്നു. അതിനെ മാറ്റി എഴുതി 16. 1ൽ 16 പോവില്ല, 0 ആണ്. ബാലൻസ് ഇവിടെ 1 നോട്ട് ചെയ്തു. ഇനി എനിക്ക് താഴേന്ന് മുകളിലേക്ക് റീഡ് ചെയ്യണം. റീഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ നോക്കും. ഇവിടെ എന്താണ് എനിക്ക് 11 എന്നാണ് കിടക്കുന്നത്. 11 എന്ന് പറയുന്നത് നമ്മൾ ഡെസിമലിലെയാണ് 11 റെപ്രസെൻറ്റ് ചെയ്തത്. ഈ 11 ഇക്വലൻ്റ് ആയിട്ട് ഹെക്സാഡെസിമലിനൊരു സിമ്പിളുണ്ട്. ആ സിമ്പിളാണ് ബി. അപ്പം ഞാൻ 11നെ മാറ്റി ബി എന്ന് റെപ്രസെൻറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ താഴേന്ന് മുകളിലേക്ക് റീഡ് ചെയ്തു. 14b ടു ദ ബേസ് 16. ഇതാണ് എൻ്റെ 31 ടു ദ ബേസ് 10ൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ റെപ്രസെൻറ്റേഷൻ. ഇനി അതിൻ്റെ ഫ്രാക്ഷണൽ പാർട്ട്. അപ്പോൾ ഡെസിമലിൻ്റെ ഫ്രാക്ഷണൽ പാർട്ട് വന്നു കഴിഞ്ഞാൽ ഹെക്സാഡെസിമലിൻ്റെ ഫ്രാക്ഷണൽ പാർട്ടായിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളത്. ഇത് നമ്മൾ നേരത്തെ ബൈനറിയിൽ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തോ അതുപോലെ തന്നെ ഏത് നമ്പർ സിസ്റ്റത്തിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത് ആ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് വാല്യൂ കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫ്രാക്ഷണൽ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്ക് 0.25നെ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിൻ്റെ ബേസ് വാല്യൂ 16 ആണ്. 16 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. 0.25 × 16. അപ്പോൾ എനിക്ക് കിട്ടി 4.00. അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ചെയ്തപ്പോൾ തന്നെ ഇവിടെ 0 വന്നു. അപ്പോൾ അവിടെ വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് ഇൻറ്റിജർ പാർട്ടിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത 4നെ ഞാൻ റീഡ് ചെയ്തു. അപ്പോൾ 0.25 ടു ദ ബേസ് 16 എന്ന് പറഞ്ഞാൽ കൺവേർട്ട് ചെയ്യുന്നത് 0.4 ടു ദ ബേസ് 16 ആയിട്ട് മാറും ഹെക്സാഡെസിമലിൽ. വേറൊരു എക്സാമ്പിൾ നോക്കുവാണ്. 0.45 × 16 ചെയ്തു. ഇൻറ്റു 16 ചെയ്യുമ്പോൾ 7.2 എന്ന് കിട്ടും. അപ്പോൾ 7.2ൽ ഞാൻ ഈ 7 എന്ന് പറയുന്നതിന് ഇങ്ങോട്ടേക്ക് മാറ്റി റെപ്രസെൻറ്റ് ചെയ്തു. എന്നിട്ട് 0.2നെ ഞാൻ 16 കൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്തു. 7.2നെ അല്ല 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. പോയിന്റിന് ശേഷമുള്ള നമ്പറിനെ ഡെസിമൽ പോയിന്റിന് റൈറ്റിലേക്കുള്ള പോർഷനെ മാത്രമേ മൾട്ടിപ്ലൈ ചെയ്യാവുള്ളൂ. അപ്പോൾ ഞാൻ 0.2നെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എനിക്ക് 3.2 എന്ന് കിട്ടി. അതിൽ 3 ഇതിൽ എവിടേക്ക് ഞാൻ മാറ്റി എഴുതി. ബാക്കി 0.2 എടുത്തു. ആ 0.2നെ വീണ്ടും ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് 16 കൊണ്ട് വീണ്ടും 3.2 എന്ന് കിട്ടി. അങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകും 3 എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ 3 പോയിന്റിന് ശേഷം 3 പ്ലേസ് അല്ലെങ്കിൽ 4 പ്ലേസോ കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ഞാൻ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് മുകളിൽ നിന്ന് താഴേക്ക് റീഡ് ചെയ്യും. ഞാനിവിടെ 3 പ്ലേസസ് കൊണ്ട് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ 0.45 ടു ദ ബേസ് 10 എന്ന് പറയുന്ന ഇക്വലൻ്റ് എന്ന് പറയുന്നത് 0.733 ടു ദ ബേസ് 16 എന്നാണ് അതിൻ്റെ ഹെക്സാഡെസിമൽ കൺവേർഷൻ. ഡെസിമൽ നമ്പർ തന്നു കഴിഞ്ഞാൽ അതിനെ ഡെസിമലായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം തന്നെ നമ്പറിന് ഓരോ ബിറ്റിനും അതിൻ്റെ പ്ലേസ് വാല്യൂ ഉണ്ട്. ആ ബിറ്റ് പൊസിഷണൽ വെയിറ്റേജ് ഉണ്ട്. ആ
പൊസിഷണൽ വെയിറ്റേജിനെ കറസ്പോണ്ടിങ് ബിറ്റുമായിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് കൺവേർഷൻ കിട്ടും എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മളിവിടെ ഹെക്സാഡെസിമൽ നമ്പേഴ്സിൻ്റെ പൊസിഷണൽ വെയിറ്റേജ് നോക്കും. അപ്പോൾ ഹെക്സാഡെസിമൽ പോയിന്റിന് ലെഫ്റ്റിലേക്കുള്ള പോർഷൻ നമ്മൾ 16, ഇതിൻ്റെ ബേസ് വാല്യൂ എന്തായിരുന്നു 16, ഹെക്സാഡെസിമലിൻ്റെ ബേസ് വാല്യൂ 16 ആണ്. അപ്പോൾ 16^0, 16^1, 16^2 എന്ന് ഇൻക്രിമെൻ്റ് ചെയ്ത് ലെഫ്റ്റിലേക്ക് പോകും. ഹെക്സാഡെസിമൽ പോയിന്റിന് റൈറ്റിലേക്കുള്ള പോർഷൻ 16^-1, 16^-2, 16^-3 എന്ന് ഡിക്രിമെൻ്റ് ചെയ്ത് പോകും. അപ്പോൾ ഓരോ കറസ്പോണ്ടിങ് ബിറ്റിന് നമ്മൾ ഈ പൊസിഷണൽ വെയിറ്റേജ് കൊടുക്കുക, ബിറ്റിൻ്റെ വാല്യൂ ഉണ്ടെങ്കിൽ ആ വാല്യൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ആഡ് ചെയ്യുന്നതായിരിക്കും നമ്മളുടെ ഡെസിമൽ കൺവേർഷൻ. ഒരു എക്സാമ്പിൾ നോക്കാം. 10.5 to the base 16 അതിനെ കൺവേർട്ട് ചെയ്യുകയാണ്. ഞാൻ 10.5 എന്ന് എഴുതി. എന്നിട്ട് ഞാൻ ഹെക്സാഡെസിമൽ പോയിന്റിന് ലെഫ്റ്റിലേക്കുള്ള പോർഷന് ഞാൻ 16^0, 16^1 എന്ന പൊസിഷണൽ വെയിറ്റേജ് കൊടുത്തു. ഡെസിമൽ പോയിന്റിന് റൈറ്റിലേക്കുള്ള ഹെക്സാഡെസിമൽ പോയിന്റിന് റൈറ്റിലേക്കുള്ള പോർഷന് 16^-1 എന്ന പൊസിഷണൽ വെയിറ്റേജ് കൊടുത്തു. എന്നിട്ട് ഞാൻ കറസ്പോണ്ടിങ് ബിറ്റ് വാല്യൂ ഉണ്ടോ എന്ന് നോക്കി. ഇവിടെ 16^0യുടെ ബിറ്റ് വാല്യൂ 0 ആണ്. അപ്പോൾ ഞാൻ അതിനെ സ്ട്രൈക്ക് ത്രോ ചെയ്ത് കളഞ്ഞു. 16^1ൻ്റെ ബിറ്റ് വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ അത് ഞാൻ വാല്യബിൾ ആയിട്ട് എടുത്തു. 16^-1ൻ്റെ ബിറ്റ് വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ ഇതും വാല്യബിൾ ആയിട്ട് ഞാൻ എടുത്തു. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യണം. അപ്പോൾ 16^1 എന്ന് പറഞ്ഞാൽ 16 ആണ്. 16 ഇൻറ്റു കറസ്പോണ്ടിങ് ബിറ്റ് വാല്യൂ 1 ആണ്. അപ്പോൾ 16 × 1 പ്ലസ് ഈ ബിറ്റ് വാല്യൂ എന്താണ് 5 ആണ്. അപ്പോൾ 5 ഇൻറ്റു ഇതിൻ്റെ പൊസിഷണൽ വെയിറ്റ് 16^-1, 1/16. അപ്പോൾ 5 × 1/16 ഈസ് ഈക്വൽ ടു 16.3125 എന്ന് കിട്ടി. അങ്ങനെയാണ് നമ്മൾ ഒരു ഹെക്സാഡെസിമൽ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഡെസിമലായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓരോ ഡിജിറ്റ് പൊസിഷനും അതിൻ്റെ പൊസിഷണൽ വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ പൊസിഷണൽ വെയിറ്റേജ് കൊടുത്ത് അതിൻ്റെ കറസ്പോണ്ടിങ് ബിറ്റ് വാല്യൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. പൊസിഷണൽ വെയിറ്റേജ് എന്ന് പറയുന്നത് പോയിന്റിന് ലെഫ്റ്റിലേക്ക് 16^0, 16^1 ഇൻക്രിമെൻ്റ് ചെയ്ത് പോകും. ഡെസിമൽ പോയിന്റ് ഹെക്സാഡെസിമൽ പോയിന്റ് റൈറ്റിലേക്ക് 16^-1, 16^-2 എന്ന് ഡിക്രിമെൻ്റ് ചെയ്ത് പോകും. അപ്പോൾ അത് കറസ്പോണ്ടിങ് ബിറ്റ് പൊസിഷനിലുള്ള വാല്യൂ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. നിങ്ങൾ 2-3 എക്സാമ്പിൾ അതിൽ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുക. ഇനി അടുത്തത് ഹെക്സാഡെസിമലിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡെസിമലിലേക്കും ബൈനറി ടു ഡെസിമൽ, ഡെസിമൽ ടു ബൈനറി, അതേപോലെ ഹെക്സാഡെസിമൽ ടു ഡെസിമൽ, ഡെസിമൽ ടു ഹെക്സാഡെസിമൽ, ഈ കൺവേർഷനാണ് നമ്മൾ നോക്കിയത്. ഇനി ഹെക്സാഡെസിമൽ ടു ബൈനറി, ബൈനറി ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അത് കുറച്ചും കൂടി നമ്മൾക്ക് സിമ്പിളായിട്ടുള്ള ഒരു ടെക്നിക്കാണെന്ന് പറയാം. അപ്പോൾ ഇതിൽ ഹെക്സാഡെസിമലിനെ ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിന് ഞാൻ എന്ത് ചെയ്തു, ഹെക്സാഡെസിമൽ നമ്പറിലെ ഓരോ ഡിജിറ്റും ഞാൻ സെപ്പറേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ഓരോ ഡിജിറ്റിനെയും 4-bit ബൈനറി വാല്യൂ ആയിട്ട് റെപ്രസെൻ്റ് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് എനിക്ക് 46 എന്നാണ് വന്നത്. ആ 46നെ 4ഉം ഞാൻ 4 ഡിജിറ്റ് ബൈനറി ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യും, 6ഉം 4-bit ബൈനറി ആയിട്ട് ഞാൻ റെപ്രസെൻ്റ് ചെയ്യും. ഇനി എങ്ങനെയാണ് ബൈനറി ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുക? അപ്പോൾ ബൈനറിയുടെ പൊസിഷണൽ വെയിറ്റേജ് ഞാനിവിടെ എഴുതും, 4-bit പൊസിഷൻസ്. അപ്പോൾ 4-bit പൊസിഷണൽ വെയിറ്റേജ് എഴുതുമ്പോൾ എന്താണ് 2^0, 2^1, 2^2, 2^3 എന്ന് പറയുന്നതാണ്. അതായത് 8, 4, 2, 1 അതാണ് അതിൻ്റെ വെയിറ്റേജ് ഞാൻ കൊടുത്തു. അപ്പോൾ 4 ബിറ്റിൻ്റെ ബൈനറിൻ്റെ പൊസിഷണൽ വെയിറ്റേജസ് ആണ് 8, 4, 2, 1 എന്ന് കൊടുത്തു. എന്നിട്ട് എനിക്ക് ഈ ഒരു ഡിജിറ്റ് MSB ഡിജിറ്റ് 4 എന്ന് പറയുന്നതാണ് ആദ്യം എനിക്ക് ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഈ വെയിറ്റേജിൽ ഏതിന് ബിറ്റ് 1 ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് 4 ആയിട്ട് ആഡ് ചെയ്ത് കിട്ടും നോക്കുക. അപ്പോൾ ഇവിടെ എന്താണ് സെക്കൻഡ് ബിറ്റ് 4 ആണ്. അപ്പോൾ ഇവിടെ ഞാനൊരു 1 കൊടുത്തു, ബാക്കി എല്ലായിടത്തും ഞാൻ 0 കൊടുത്തു. അപ്പോൾ എൻ്റെ കറസ്പോണ്ടിങ് 4നെ ഞാൻ 4 എന്ന് പറയുന്ന ഹെക്സാഡെസിമലിനെ ബൈനറി ആയിട്ട് 4-bit ബൈനറി ആയിട്ട് മാറ്റിയപ്പോൾ എന്ത് കിട്ടി, 0100 എന്ന് കിട്ടി. അതേപോലെ ഞാൻ 6നെയും കൺവേർട്ട് ചെയ്യും. 6നെ 8, 4, 2, 1 ഏതൊക്കെ 1 കൊടുത്തു കഴിഞ്ഞാൽ ആഡ് ചെയ്ത 6 കിട്ടും. 4നും 2നും 1 കൊടുത്താൽ അത് ആഡ് ചെയ്ത് നമുക്ക് 6 കിട്ടും. അപ്പോൾ ഞാൻ 4ൻ്റെ പ്ലേസിൽ ഒരു 1 ഇട്ടു,
2ൻ്റെ പ്ലേസിൽ ഒരു 1 ഇട്ടു, മറ്റ് 2 പൊസിഷനിൽ ഞാൻ 0 0 എന്ന് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി റെപ്രസെൻറ്റേഷൻ എന്നാണ് 0 1 1 0. എന്നിട്ട് ഞാൻ ഇതെല്ലാം കൂടി ചേർത്ത് വായിച്ചു. 0 1 0 0 0 1 1 0. അപ്പോൾ എൻ്റെ ആൻസർ എത്രയാണ്? 1 0 0 0 1 1 0 എന്നാണ് എൻ്റെ ബൈനറി കൺവേർഷൻ എന്ന് പറയുന്നത്. വേറൊരു എക്സാമ്പിൾ നോക്കാം. A97 3 ഡിജിറ്റ് ഹെക്സാഡെസിമൽ നമ്പറാണ്. അതിനെ ഞാൻ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓരോ ബിറ്റ് ഡിജിറ്റിനെയും 4 ബിറ്റ് ബൈനറി ആയിട്ട് ഞാൻ കൺവേർട്ട് ചെയ്യും. അപ്പോൾ എ എന്ന് പറയുന്നതിനെ 4 ബിറ്റ് ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. 8421 എന്ന് പറഞ്ഞ വെയിറ്റേജ് കൊടുത്തു. എന്നിട്ട് അതിൽ എ എന്ന് പറയുന്നത് എന്താണ്? ഡെസിമൽ ഇക്വലൻ്റ് 10 ആണ്. 10നെയാണ് നമ്മൾ എ എന്ന് പറയുന്ന സിമ്പിൾ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ 10 കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 8ഉം 2ഉം കൂടി ആഡ് ചെയ്താൽ 10 കിട്ടും അല്ലേ? 10 കിട്ടും. ഞാൻ 8ൻ്റെ അവിടെ ഒരു 1 ഇട്ടു, 2ൻ്റെ അവിടെ ഒരു 1 ഇട്ടു, ബാക്കി രണ്ടിടത്തും 0 കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഇക്വലൻ്റ് എന്താണ്? 1 0 1 0. ബൈനറി ആയിട്ട് നമ്മൾ ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു അല്ലേ? ഇനി 9നെ കൺവേർട്ട് ചെയ്യണം. 9നെ കൺവേർട്ട് ചെയ്യാൻ 8421 ഏതൊക്കെ 1 വരണം? 8ഉം 1ഉം 1 വന്നു കഴിഞ്ഞാൽ നമുക്ക് 9 കിട്ടും. ഞാൻ 8ൻ്റെ പ്ലേസിൽ ഒരു 1 കൊടുത്തു, 1ൻ്റെ പ്ലേസിൽ ഒരു 1 കൊടുത്തു, മറ്റേത് രണ്ടും 0 എന്ന് കൊടുത്തു. അപ്പോൾ 1 0 0 1 എന്ന് പറയുന്നതാണ് 9 ഇക്വലൻ്റ് ആയിട്ടുള്ള ബൈനറി. ഇനി എനിക്ക് 7 ആണ് ആക്കേണ്ടത്. 7 ആകാൻ ഇതിനൊക്കെ വെയിറ്റിൽ ഏതൊക്കെ പൊസിഷൻ വെയിറ്റേജിൽ 1 കൊടുക്കണം? 4നും 2നും 1നും. 4ൻ്റെ പൊസിഷനിലും 2ൻ്റെ പൊസിഷനിലും 1ൻ്റെ പൊസിഷനിലും ഒരു 1 കൊടുത്തു. 8ൻ്റെ പ്ലേസിൽ ഞാനൊരു 0 കൊടുത്തു. എന്നിട്ട് ഇതെല്ലാം കൂടി ഞാൻ ചേർത്ത് വായിച്ചു. 1 0 1 0 1 0 0 1 0 1 1 1 എന്ന് റീഡ് ചെയ്തു. ഇതാണ് എൻ്റെ A97 to the base 16ൻ്റെ ബൈനറി ആയിട്ടുള്ള കൺവേർഷൻ. മനസ്സിലായല്ലോ? ഓരോ ഡിജിറ്റും തിരിച്ചെഴുതുക. ഓരോ ഡിജിറ്റിനെയും 4 ബിറ്റ് ബൈനറി ആയിട്ട് ഞാൻ കൺവേർട്ട് ചെയ്ത് എഴുതും. ഇനി അടുത്തത് ബൈനറി ടു ഹെക്സാഡെസിമൽ കൺവേർഷനാണ്. ബൈനറി ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഓരോ ഡിജിറ്റും 4 ബിറ്റ് ബൈനറി ആയിട്ടാണ് കൺവേർട്ട് ചെയ്തതെങ്കിൽ ഇതിന് ബൈനറി ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ ആക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നു? ഓരോ 4 ബിറ്റുകളും ഞാൻ ഒരു ഗ്രൂപ്പായിട്ട് തിരിച്ചു. 4 ബിറ്റ്സിൻ്റെ ഓരോ ഗ്രൂപ്പായിട്ട് ഞാൻ സെപ്പറേറ്റ് ചെയ്തു. എന്നിട്ട് ഓരോ 4 ബിറ്റിനെയും ഗ്രൂപ്പ് ഓഫ് 4 ബിറ്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ ഡിജിറ്റ് ഞാൻ എഴുതി. ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം നമുക്ക്. എൻ്റെ നമ്പർ എന്ന് പറയുന്ന ബൈനറി നമ്പർ 1011 0110 1010 to the base 2 എന്നാണ്. അപ്പം എനിക്ക് അതിനെ കൺവേർട്ട് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്തു? റൈറ്റ് എൻഡ് എടുത്തു, അതായത് LSB എടുത്തു. LSBന്ന് ലെഫ്റ്റിലേക്ക് 4 കൗണ്ട് ചെയ്ത് ഞാൻ സെപ്പറേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടുന്ന് 0 1 0 1 കഴിഞ്ഞ് ഞാനൊരു കൊമ ഇട്ടു. ഇവിടെ ഞാനത് കൊമയിട്ട് എഴുതിയിട്ട് സെപ്പറേറ്റ് ചെയ്തു. എന്നിട്ട് അടുത്ത 0 1 1 0 കഴിഞ്ഞ് സെപ്പറേറ്റ് ചെയ്തു. 1 1 0 1 കഴിഞ്ഞ് സെപ്പറേറ്റ് ചെയ്തു. ഞാൻ അതിനെ 4 ബിറ്റുകളുടെ കോമ്പിനേഷനായിട്ട് ഇവിടെ എഴുതി. അപ്പോൾ 1011ൻ്റെ ഒരു കോമ്പിനേഷൻ, 0110ൻ്റെ ഒരു ഗ്രൂപ്പ്, 1010ൻ്റെ ഒരു 4 ബിറ്റ് ഗ്രൂപ്പ്. എന്നിട്ട് ഞാൻ ഈ 4 ബിറ്റിന് പൊസിഷണൽ വെയിറ്റേജ് കൊണ്ട് ആഡ് ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും എനിക്ക്? ഇതിൻ്റെ പൊസിഷണൽ വെയിറ്റേജ് എന്താ? 1011 ആണ്. അപ്പോൾ അതെന്നാ 8ൻ്റെ ഒരു വാല്യൂ ഉണ്ട്, പ്ലസ് 2 പ്ലസ് 1, അതായത് 10 പ്ലസ് 1 11 ആണ്. 11ൻ്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ സിമ്പൽ എന്തായിരുന്നു? B ആണ്. അപ്പോൾ അത് ഞാൻ B ഇവിടെ പ്ലേസ് ചെയ്തു. അടുത്തത് എന്താണ്? 0110 ആണ്. 0110 എന്ന് പറയുന്നത് 8ൻ്റെ പൊസിഷൻ 0 ആണ്, 4നും 2നും ആണ് വാല്യൂ. 4ഉം 2ഉം കൂടി ആഡ് ചെയ്തു, 6 കിട്ടി. അപ്പോൾ 6 ആണ് ഇതിൻ്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ വാല്യൂ സിമ്പൽ എന്ന് പറയുന്നത്. ഇനി അടുത്തത് 1010 എന്ന് പറയുന്നത് 8ൻ്റെ വാല്യൂ ഉണ്ട്, 2ന് വാല്യൂ ഉണ്ട്, മറ്റേ രണ്ടും 0 ആണ്. അപ്പോൾ 8ഉം 2ഉം കൂടി ആഡ് ചെയ്യുമ്പോൾ 10 കിട്ടും. 10ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ സിമ്പൽ എന്ന് പറയുന്നത് A ആണ്. A ഞാൻ റെപ്രസെൻറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഹെക്സാഡെസിമൽ കൺവേർഷൻ എന്താണ്? B6A. 1011 0110
1010 എന്ന് പറയുന്ന ബൈനറി നമ്പർ ഹെക്സാഡെസിമലായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ B6A to the base 16 എന്ന് നമുക്ക് കിട്ടും. ഇനി അടുത്ത് നമുക്ക് വേറെ എക്സാമ്പിൾ നോക്കാം. 111010110110 എന്ന് പറയുന്ന ബൈനറി നമ്പറിനെ എനിക്ക് ഹെക്സാഡെസിമൽ നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പം ഞാൻ എന്ത് ചെയ്തു, 4 ബിറ്റുകളുടെ ഓരോ ഗ്രൂപ്പായിട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് കൗണ്ട് ചെയ്ത് 4 LSB മുതൽ കൗണ്ട് ചെയ്ത് 4 ബിറ്റിൻ്റെ ഓരോ ഗ്രൂപ്പായിട്ട് എഴുതി. അപ്പം 0110ൻ്റെ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ 1101ൻ്റെ ഒരു ഗ്രൂപ്പ്, 1000ൻ്റെ ഒരു ഗ്രൂപ്പ്, 1110ൻ്റെ ഗ്രൂപ്പ്. ഓരോ ഗ്രൂപ്പിനെയും ഞാൻ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ എന്ത് കിട്ടും, 1110 എന്ന് പറയുന്നത് 842നും വാല്യൂ ഉണ്ട്, 8നും 4നും 2നും വാല്യൂ വരുന്നതാണ്. അപ്പം 8 + 4 12 + 2 14. 14ന് കറസ്പോണ്ടിങ് ആയിട്ട് ഹെക്സാഡെസിമൽ എന്ന് പറയുന്നത് E ആണ്. E എന്ന് ഞാൻ റെപ്രസെൻറ്റ് ചെയ്തു. ഇനി അടുത്തത് 1000, അതായത് 8ൻ്റെ പൊസിഷൻ മാത്രമേ 1 ഉള്ളൂ, ബാക്കിയെല്ലാം 0. അപ്പോൾ 8 ആണ് ഇതിൻ്റെ കറസ്പോണ്ടിങ് ഇറ്റ്സ് വാല്യൂ. ഇനി 1101 എന്ന് പറഞ്ഞാൽ 8 4ന് 1 ഉണ്ട്, 2ന് 0 ആണ്, 1നും ഒരു 1 ഉണ്ട്. അപ്പോൾ ഞാനെന്ത് 8 4 12 + 1 13 എന്ന് 13ന് കറസ്പോണ്ടിങ് ആയിട്ട് D എന്ന വാല്യൂ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഇനി 0110 അപ്പം 4നും 2നും വാല്യൂ ഉണ്ട്, 4 + 2 6 എന്ന് എഴുതി. അപ്പം ഇതിൻ്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ കൺവേർഷൻ എന്നാണ് E8D6.